മലാക്കി 2:7. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. സഹോദരങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് 4 ഇടവക വൈദികരുടെ മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആയതിനാൽ വിശുദ്ധനെക്കുറിച്ചുള്ള ഈ ഓർമ്മ നമ്മുടെ ഇടവക വൈദികന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം. ജോൺ മരിയ വിയാനി പുണ്യവാൻ പണ്ഡിതനോ പണക്കാരനോ ആയിരുന്നില്ല. എടുത്തു പറയാൻ തക്ക കഴിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. 1786 മാത്യു മരിയ ദമ്പതികളുടെ മകനായി ഫ്രാൻസിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു. ആടുമേയ്ക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. ഫ്രാൻസിലെ വിശ്വാസം നഷ്ടപ്പെട്ട കാലമായിരുന്നു അത്. അതിനാൽ അദ്ദേഹത്തിന് വേദപാഠം പരസ്യമായി പഠിക്കാൻ സാധിച്ചിരുന്നില്ല. വളരെ രഹസ്യമായിട്ടാണ് പഠിച്ചിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ വൈദികനാകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ സെമിനാരിയിൽ ചേർന്നു. പഠിക്കാൻ വളരെ മോശമായിരുന്നെങ്കിലും മരിയഭക്തിയിലും ദൈവഭക്തിയിലും വിശ്വാസത്തിലും മുന്നിട്ട് നിന്നു. അഭിഷേകത്തിന്റെ ആധാരം ദൈവസ്നേഹവും ദൈവഭക്തിയുമാകിയാൽ 1815 ഓഗസ്റ്റ് 13 അദ്ദേഹത്തിന് പട്ടം ലഭിച്ചു. 3 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ ഫ്രാൻസിലെ ലയൺസ് രൂപതയിലെ ആൾസ് എന്നുപേരുള്ള പൂട്ടിക്കിടന്നിരുന്ന 200 കുടുംബങ്ങളുള്ള പള്ളിയിലേക്ക് നിയോഗിച്ചു. ഒരു ഉന്തുവണ്ടിയിൽ തന്റെ സാധനങ്ങളും കയറ്റി ആൾസിലേക്കുള്ള യാത്രയിൽ പലരോടും വഴി ചോദിച്ചെങ്കിലും ആരും പറയാൻ തയ്യാറായില്ല. പിന്നീട് ഒരു ചെറുപ്പക്കാരനോട്, ആൾസിലേക്കുള്ള വഴി എനിക്ക് പറഞ്ഞു തന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞതനുസരിച്ച് അയാളാണ് വിശുദ്ധനെ പള്ളിയിൽ എത്തിക്കുന്നത്. അത് ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. മനുഷ്യ മനസ്സുകളെ കീഴടക്കാനുള്ള യാത്ര. പ്രാർത്ഥന, ഉപവാസം, പരിഹാരം എന്നീ 3 ആയുധങ്ങൾ ഉപയോഗിച്ച് നീണ്ട 12 വർഷം പരിശുദ്ധ കുർബാനയിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം കീഴടക്കിയത് ആൾസിനെ മാത്രമായിരുന്നില്ല. 4 ലക്ഷം പേരാണ് ഒരു വർഷം വിശുദ്ധനെ കാണാനെത്തിയത്. 16 മണിക്കൂർ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ ജനം വന്നുകൂടി. അദ്ദേഹത്തെ പുരോഹിതരുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. കാരണം അദ്ദേഹം പറയുന്നത്, ഒരു മാലാഖയും പുരോഹിതനും കൂടി വരുന്നത് കണ്ടാൽ ഞാൻ പുരോഹിതന് മുൻപിൽ മുട്ടുകുത്തും. കാരണം സ്വർഗത്തിന്റെ നിക്ഷേപങ്ങൾ എടുത്ത് മനുഷ്യന് കൊടുക്കുന്ന താക്കോൽ വെച്ചിരിക്കുന്ന ആളാണ് പുരോഹിതൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുവാനും വിശ്വാസ സമൂഹത്തിന് ദൈവസ്നേഹം പൂർണ്ണതയിൽ പകർന്നു കൊടുക്കുവാനും പൗരോഹിത്യ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും തരണം ചെയ്യുവാനും ഈശോയെ പോലെ നല്ല ഇടയന്മാരാകുവാനും എല്ലാ വൈദികർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വിയാനി, ഞങ്ങൾ ഓരോരുത്തരും നീ നടന്ന പാതയിലൂടെ നടന്ന് ഈശോയ്ക്ക് ഉത്തമ സാക്ഷികളാകുന്നതിനു വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.